സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ യു.ഡി.എഫ് പിറവം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പിറവം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞു. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കമിടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കും. ഈ ഭരണകൂടത്തിനെതിരായി നമ്മൾ പുതുയുഗ യാത്രയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തുമെല്ലാം ജനങ്ങളുടെ മുന്നിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ആ കുറ്റപത്രം വിചാരണ ചെയ്യപ്പെടും. ഒരു സംശയമില്ല. ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം കേരളത്തിൽ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്ന സർക്കാർ ഉത്തരവ് നടപ്പാക്കുക ഇനി വരുന്ന യു.ഡി.എഫ് സർക്കാർ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു.ഡി.എഫ് ചെയർമാൻ KR ജയകുമാർ അധ്യക്ഷനായി. ഒരു ദിവസം മുമ്പ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ദുർഭരണമായിട്ടുള്ള പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാൻ ഇനി 16 ദിവസങ്ങൾ മാത്രമാണ് കേരളത്തിൽ ബാക്കിയുള്ളത്. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ പർവ്വത MLA എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിലെല്ലാം ഏറ്റവും മികച്ച നിയമസഭാ സാമാജികരെന്ന് എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ കേരള നിയമസഭ കണ്ട മികച്ച സാമാജികരിൽ ഒരാൾ എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കപ്പെട്ട പ്രിയങ്കരനായ ശ്രീ ജേക്കബിന്റെ മകൻ എന്നുള്ള നിലയിലെല്ലാം നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി പ്രിയപ്പെട്ട ശ്രീ അനൂപ് ജേക്കബിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളി, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, VJ പൗലോസ്, ജെയ്സൺ ജോസഫ്, IK രാജു, ആശ സനിൽ, KG രാധാകൃഷ്ണൻ, ജോണി അരീക്കാട്ടിൽ, സുനിൽ ഇടപ്പലക്കാട്ട്, രാജു പാണാലിക്കൽ, ജോണി അരീക്കാട്ടിൽ, MM ബഷീർ, ഷാജു ഇലഞ്ഞിമറ്റം, വിൽസൺ K ജോൺ, റീസ് പുത്തൻവീട്ടിൽ, CA ഷാജി, KR പ്രദീപ് കുമാർ, വേണു മുളന്തുരുത്തി, KK സോമൻ, R ഹരി, PC ജോസ്, അരുൺ കല്ലറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പരിമിതികൾ എനിക്കുണ്ടെങ്കിൽ പോലും ഒരു LDF-ന്റെ ഭരണം നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു UDF MLA-യോട് കാണിക്കുന്ന വിവേചനത്തിന്റെ പരിമിതി പലപ്പോഴും നിൽക്കുമ്പോഴും അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് അതിനെല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനത്തിന് സാധിക്കുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.